ചങ്ങായിമാരെ കണ്ണൂരേക്ക് പോയ ഓട്ടത്തിൽ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് നമ്മളെ ഇന്നലെ കാസർഗോഡ് ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഗിയർലെസ് വണ്ടി ഏതാകുമ്പോ ജുപ്പിട്ടറാകുമ്പോൾ ഒന്നും കറക്റ്റ് മനസ്സിലാകുന്നില്ല. ആ ഒരു വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ താറാണ്, മഹീന്ദ്രേൻ്റെ താറിലോ മറ്റോ ഉള്ള ഒരു വിഷ്വൽസാണ് നമുക്ക് കിട്ടിയത്. ഡാഷ് ക്യാം ഉള്ള കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് മനസ്സിലായ നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്കൂട്ടർ യാത്രികൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വെട്ടിച്ചെടുത്തിട്ട് നേരെ മതിലിന് കൊണ്ടുപോയി അടിച്ചോട്ട് എന്നുള്ള ആ ഒരു അത്രയും എന്നാ പറയേണ്ട ആ ഒരു ധൈര്യത്തിലെടുത്തത്. അവർ പോസ്റ്റിന് കൊണ്ടുപോയി അടിച്ചു, മതിലിന് കൊണ്ടുപോയി അടിച്ചതിന് ശേഷം പോസ്റ്റിന് തട്ടി അങ്ങനെ അങ്ങേരുടെ ആ ജീവൻ രക്ഷിക്കുക ചെയ്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗിയർലെസ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഓവർടേക്കിന് ഒട്ടും ആപ്റ്റല്ലാത്തൊരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ടയർ, ബാക്ക് ടയർ അതൊക്കെ തഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കൊക്കെ ആണെങ്കിൽ വെട്ടിൻ്റെ പണി പിന്നെ എന്താ പറയുക പാലും വെള്ളത്തിൽ കിട്ടുന്നതാണ്. കാരണം ഡിസ്ക് ചില ടൈമിൽ എന്താ പറയുക ജാമായി പോകുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പലരും ഗിയർലെസ് വണ്ടികൾ ഡിസ്ക് എടുക്കുന്നുണ്ട് പിടുങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിടുങ്ങനെ നിൽക്കും, പക്ഷേ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പൂച്ച മുറിയാനെ ചാടുമ്പോൾ ആളുകൾ പിന്നെ ക്രോസ് ചെയ്യുമ്പോൾ പിന്നെ നടന്നു പോകുമ്പോഴൊക്കെയാണ് നമ്മളിത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയം ജാമായി പോകും. അതുകൊണ്ട് പലരും ഡ്രം ബ്രേക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ ആക്റ്റീവ് എടുക്കുമ്പോൾ ഡ്രം ബ്രേക്കേ ഉള്ളൂ. ഇപ്പം ഡിസ്കൊക്കെ വരുന്നുണ്ട്, 125 സീരീസ് പിന്നെ ആ മോഡലിനൊക്കെ ഡിസ്ക് വരുന്നുണ്ട്. പക്ഷേ ഡിസ്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ആ ലൂബ്രിക്കൻ്റ് ഓയിലും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രാച്ച് വരാൻ പാടില്ല എന്നെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഏതാണ്ടൊക്കെ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. പക്ഷേ എങ്ങനെയാണ് വീണത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ അവർ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അവിടെ വീണ് പോയത്. കാരണം ഒരു വളവെന്ന് ഒരിക്കലും ബസ്സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ വണ്ടി എടുത്ത് കയറ്റാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, വണ്ടിക്ക് വേണം. വണ്ടി എന്നാ പറയേണ്ട ഒരു 110 125 CC എന്നൊക്കെ പറഞ്ഞാൽ ഒരു 150 CC തന്നെ ചില സമയം വണ്ടി പണിയെടുത്തിട്ടില്ലേ കയറൂല. ഒരു ബുള്ളറ്റ് ആണെങ്കിൽ തന്നെ അതിന് കറക്റ്റായിട്ടുള്ള മെയിൻ്റെനൻസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ 110 CCൻ്റെ പവറിലെ വണ്ടി പായൂ. അപ്പോൾ ഗിയർലെസ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ മാരക അപകടം പിടിച്ച് തന്നെയാണ്. ഞാൻ എൻ്റെ വണ്ടീനെ ഇതാക്കി പറയുന്നൊന്നുമല്ല, മാരക അപകടം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീണ് പോയാലും വണ്ടി ഓഫ് ആവില്ല. അപ്പോൾ ആരെങ്കിലും പിടിച്ച് റേസ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി വീണ്ടും മുന്നോട്ട് പോകും. അങ്ങനെ ഓഫ് ആവാത്ത ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കിൽ സ്വിച്ച് ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ എതിരെ വരുന്ന താറും അതേ സ്പീഡായിരുന്നു, ഭയങ്കര സ്പീഡായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത് മെല്ലനെയാണെങ്കിൽ പുള്ളിക്ക് എങ്ങനെയെങ്കിലും ആ അയാളുടെ വണ്ടി ഒന്ന് പിന്നെ ഇടിക്കാതെ രക്ഷപ്പെടുത്താൻ പറ്റുവേനും. പക്ഷേ എന്ന് വെച്ചാൽ പുള്ളി നല്ല സ്പീഡായതുകൊണ്ട് പുള്ളി ഒരിക്കലും അറിഞ്ഞിട്ടില്ല എതിരെ വരുന്ന ഒരു സ്കൂട്ടർ അവിടെ വീണ് പോകുമെന്ന് പുള്ളി വിചാരിച്ചിട്ടില്ല. അതാണ്. പക്ഷേ രക്ഷിക്കാൻ കാണിച്ച മനസ്സും അവരെ പോയി കാണാൻ കാണിച്ച മനസ്സും ചെറുതല്ല.